ഹലോ ഡിയേഴ്സ്, ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു ടെക്സ്ചർ ആർട്ട് ചെയ്യാം. ഇത് ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് തരാതിരിക്കുന്നത് മോശമല്ലേ. സോ ടെക്സ്ചർ ആർട്ട് എങ്ങനെ പെർഫെക്റ്റ് ആയി ചെയ്യാമെന്ന് നമുക്ക് നോക്കിയാലോ. ഇതിന് ബേസായി ഞാനൊരു ക്യാൻവാസ് ആണ് എടുത്തത്. നിങ്ങൾക്ക് നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ് ആണെങ്കിലും എടുത്താൽ മതി. അതും അല്ലെങ്കിൽ കട്ടിയുള്ള പാത്രത്തിന് അടപ്പൊക്കെ കാണത്തില്ലേ നമ്മൾ യൂസ് ചെയ്യാത്തത്, അതാണെങ്കിലും മതി. നമുക്കത് ബോൾഡകർ ആയിട്ട് ഫിക്സ് ചെയ്യാം. ഇനി വേണ്ടത് നമ്മുടെ മെയിൻ ഐറ്റം ടിഷ്യൂ പേപ്പർ ആണ്. നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിസൈൻ ഏതാണോ അതിന്റെ വലുപ്പത്തിനനുസരിച്ച് ടിഷ്യൂ എടുത്താൽ മതി. ദെൻ കുറച്ച് വെള്ളത്തിൽ ടിഷ്യൂ പേപ്പർ കുതിർത്ത് നന്നായി പിച്ച് പേപ്പർ കീറണം. അല്ലെങ്കിൽ നമുക്ക് ഡിസൈൻ ഒക്കെ ഇടാനായിട്ട് പാടായിരിക്കും. ചെറിയ പീസായ ടിഷ്യൂ പേപ്പർ വെക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഡിസൈൻ കിട്ടുന്നത്. ഇനി വെള്ളം നന്നായി പിഴിഞ്ഞു കളഞ്ഞ് ഓരോ പാത്രങ്ങളിലേക്ക് മാറ്റാം. ഞാൻ ഇവിടെ 4 കളറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് 4 പേപ്പർ കപ്പ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കളറും കുറച്ച് ഗ്ലൂവും കൂടെ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്തില്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിന്റെ വൈറ്റ് കളർ ഇടയ്ക്കിടയ്ക്ക് കാണും. അങ്ങനെ നമ്മുടെ പകുതി പരിപാടി ഇവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ വരച്ചെടുത്ത പിക്ചറിലേക്ക് ടിഷ്യൂ പേപ്പർ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ അത് വെച്ചാണെങ്കിലും ഇതുപോലെ കുത്തി കൊടുത്താൽ മതി. കുത്തി കൊടുത്താലേ ഉള്ളൂ ആ ടെക്സ്ചർ ആർട്ടിന്റെ ഒരു ടെക്സ്ചർ കിട്ടത്തുള്ളൂ. കുറച്ച് സിമ്പിൾ ടിപ്സ് പറഞ്ഞു തരട്ടെ. ടിപ്പ് നമ്പർ 1, നമ്മൾ ചെയ്യുന്ന ഡിസൈന് എടുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ലൈറ്റ് കളറിന്റെ കൂടെ ഡാർക്ക് കളർ കോമ്പിനേഷൻസ് യൂസ് ചെയ്യുവാണെങ്കിൽ നല്ല ഐ ക്യാച്ചിങ് ആയിരിക്കും. ടിപ്പ് നമ്പർ 2, ഒരു കളർ എക്സാമ്പിൾ ഞാൻ ആദ്യം ഓറഞ്ച് അല്ല എടുത്തത്. ഈ ഓറഞ്ച് കളർ ഇടാനുള്ള സ്ഥലത്തെല്ലാം ഇട്ട് വരുമ്പോഴത്തേക്കിനും അത് നമ്മൾ ആദ്യം ഇട്ട സ്ഥലമില്ലേ അവിടെ ഡ്രൈ ആയി തുടങ്ങും. അപ്പൊ നമുക്ക് അടുത്ത കളർ യൂസ് ചെയ്യാം. ടിപ്പ് നമ്പർ 3, ആദ്യം ചെയ്യുമ്പോൾ നമ്മൾ സിമ്പിൾ ഡിസൈൻ എടുക്കുന്നതായിരിക്കും നല്ലത്. അതെന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കളർ ഇട്ട് കഴിഞ്ഞ് കുറച്ച് നേരം കാത്തിരിക്കണം അതൊന്ന് ഡ്രൈ ആവാനായിട്ട്. ഇവിടെ ഞാൻ ആദ്യം ഇട്ട ഓറഞ്ച് കളർ കുറച്ച് ഡ്രൈ ആയ ശേഷമാണ് യെല്ലോ കളർ യൂസ് ചെയ്തത്. അതല്ലെങ്കിൽ അതിൽ ഗ്ലൂവും നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചില്ലേ അത് രണ്ടും കൂടെ മിക്സ് ആയി നമ്മൾ ഇത്രയും നേരം കുത്തി കൊടുത്തതൊക്കെ വെറുതെ ആയി. ഏറ്റവും ലാസ്റ്റ് ആണ് ഞാൻ വൈറ്റ് കളർ ഇട്ട് കൊടുത്തത്. അതും നെക്സ്റ്റ് ഡേ ആണ്. നോക്കിക്കേ, എല്ലാം ഡ്രൈ ആയി വന്നിട്ടില്ലേ. ഈ വൈറ്റ് ആവുമ്പോഴത്തേക്കിനും പെട്ടെന്ന് കളർ പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ മൊത്തം ഉണങ്ങി വന്നതിന് ശേഷം വൈറ്റ് ഇടാന്ന് വിചാരിച്ചത്. അടുത്ത ടിപ്പ് പറയുന്നതിന് മുമ്പ് നമ്മുടെ ആ ഗ്രീൻ കളർ ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ, കുറച്ച് സ്പ്രെഡ് ആയിട്ടില്ലേ. ഇതാണ് ടിപ്പ് നമ്പർ 5. ഇതിങ്ങനെ സ്പ്രെഡ് ആയി പോയാൽ നമുക്ക് കുറച്ച് വൈറ്റ് പെയിന്റ് അടിച്ചു കൊടുത്താൽ മതി. ഇതോടെ നമ്മൾ നല്ല ക്ഷമ പഠിക്കും. കാരണം ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഇട്ട് കൊടുത്താൽ മാത്രം പോരാ, അത് നന്നായിട്ട് കുത്തി കൊടുക്കണം. എന്നാലേ പിൻട്രസ്റ്റി എന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മുടെ ടെക്സ്ചർ ആർട്ട് ഇതാ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഡ്രൈ ആയ ശേഷം എങ്ങനെയുണ്ട് കാണാൻ? നല്ല അടിപൊളിയായിട്ടില്ലേ. അപ്പൊ ഇതുപോലെയുള്ള വീഡിയോസിന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലല്ലോ.